Hi viewers, welcome back to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of SY under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we can discuss the topic Code of Discipline. We already discussed what is discipline. So, the Indian Labour Conference at its 15th session in 1957 involved a code of industrial discipline. So, the code voluntarily binds the employers and workers to settle all grievances and disputes by mutual negotiation, conciliation, and voluntary arbitration. So here the Code of Discipline means that the Indian Labour Conference, that is ILC, in the 15th session 1957 involved a Code of Industrial Discipline. അതായത് 1957 ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ 15th സെഷനിലാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു ഡിസിപ്ലിനറി സിസ്റ്റം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു വർക്കേഴ്സും എംപ്ലോയേഴ്സും എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ കോഡ് കൊണ്ടുവരുന്നത്. സോ The code voluntarily binds the employer or the worker to settle all grievances and disputes by mutual negotiation, conciliation and voluntary arbitration. അപ്പം ഈ കോഡ് ഓഫ് ഡിസിപ്ലിനിൽ പറയുന്നത് എന്താണ്? ഒരു എംപ്ലോയർ അല്ലെങ്കിൽ വർക്കർ അല്ലെ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു പരാതി ഉണ്ടായി, ഗ്രിവൻസ് ഉണ്ടായാൽ അല്ലെങ്കിൽ തർക്കങ്ങൾ, ഒരു കോൺഫ്ലിക്റ്റോ ഡിസ്പ്യൂട്ട്സോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നത് എങ്ങനെ? ഒന്ന് ചർച്ച ചെയ്ത് മ്യൂച്വൽ നെഗോസിയേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കൺസീലിയേഷൻ, നമ്മൾ അനുരഞ്ജനം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വോളണ്ടറി ആർബിട്രേഷൻ, ഒരു മധ്യസ്ഥം നിന്നുകൊണ്ടായിരിക്കണം. അപ്പം ഒരു ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു എംപ്ലോയറും വർക്കറും ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യേണ്ടത്. സോ ദ കോഡ് voluntarily binds the employer and the worker to settle all grievances and disputes by mutual negotiation, conciliation and voluntary arbitration. So here in this there are some features regarding this code. So let's see what are the features regarding the code of discipline. So the first feature is both employer and employee should recognize the rights and responsibilities of each other and should willingly discharge their respective obligations. And there should be no unilateral action on either side. So the first main feature of this code are both the employer and the employee should recognize the rights and responsibilities of each other. അപ്പം ഒരു വർക്കറും എംപ്ലോയും അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും എങ്ങനെ ആയിരിക്കണം? രണ്ടുപേരും ഒരുപോലെ അംഗീകരിക്കുക തൻ്റെ ഓർഗനൈസേഷനകത്ത് തൻ്റെ റൈറ്റ്സ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. ആൻഡ് ഷുഡ് വില്ലിംഗ്ലി ഡിസ്ചാർജ് ദെയർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ്, അവർ സ്വമേധയാ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. ആൻഡ് ദേ ഷുഡ് നോ യൂണിലാറ്ററൽ ആക്ഷൻ ഓൺ ഏതേഴ്സ്, രണ്ട് കൂട്ടർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചിട്ടകളൊക്കെ ഉണ്ട്. അതൊരിക്കലും എൻ്റേതൊന്ന് നിൻ്റേതൊന്ന് അങ്ങനൊരു അവിടെ ഇല്ല. പകരം എന്താണ്? ദേ ബോത്ത് ഷുഡ് റെക്കഗ്നൈസ് ഈച്ച് അതർ and should willingly discharge their respective obligations. And the second is there should be no strike or lockout without proper notice, and effort should be made to settle all dispute through the existing machinery for the settlement of industrial dispute. There should be no strike or lockout without proper notice. So the Indian Labour Conference at its 15th session 1957 entitled that there should be no strike or lockout without proper notice. അപ്പം ഒരു എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ഒരു ലോക്കൗട്ടോ എങ്ങനെ ഉണ്ടാവാൻ പാടില്ല? മുൻകൂട്ടി ഒരു നോട്ടീസ് കൊടുക്കാതെ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു സെറ്റിൽ ഓൾ ഡിസ്പ്യൂട്ട്സ്, ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന അൺട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം എങ്ങനെയായിരിക്കണം? ആൻഡ് ടു സെറ്റിൽ ത്രൂ ദി എക്സിസ്റ്റിംഗ് മെഷീനറി ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. അപ്പം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന മിഷനറി ഏതാണ്, സെറ്റിൽമെൻറ്റിന് അവർ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ എന്താണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന എന്ത് തർക്കങ്ങളുണ്ടെങ്കിലും അത് സെറ്റിൽ ചെയ്യണം. സോ ദ ഫസ്റ്റ് വി സേസ് ദാറ്റ് ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഷുഡ് റെക്കഗ്നൈസ് ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് each one, or they willingly discharge their respective obligation. And the second one, there should be no strike or lockout without proper notice, and effort should be made to settle all disputes through the existing machinery of the settlement of industrial dispute. And the third is
neither party will have resource to coercion, intimidation, litigation, and victimization, but will settle all differences by mutual negotiation, conciliation, and voluntary arbitration. So here we can say that neither party, that is employer and the worker, will have resource to coercion, intimidation. coercion എന്ന് പറഞ്ഞാൽ എന്താണ്? ബലപ്രയോഗം. സോ ഇൻറ്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിരട്ടൽ. അല്ലെങ്കിൽ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായം. ആൻഡ് വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരയാകുക. സോ ബട്ട് വിൽ സെറ്റിൽ ഓൾ ഡിഫറൻസസ്. അപ്പം ഒരു എംപ്ലോയിയും തമ്മിൽ ഇങ്ങനെയുള്ള ബലപ്രയോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിരട്ടലുകൾ അല്ലെങ്കിൽ അന്യായമായി പെരുമാറുക അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ ഇരയാക്കുക, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ it will settle by mutual negotiation, conciliation and voluntary arbitration. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെയ്തർ പാർട്ടി, രണ്ട് പാർട്ടിയിൽ, അതായത് എംപ്ലോയറോ എംപ്ലോയിയോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇഷ്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ they should settle by എങ്ങനെയാണ്? മ്യൂച്വൽ നെഗോസിയേഷൻ, കൺസീലിയേഷൻ ആൻഡ് വോളണ്ടറി ആർബിട്രേഷൻ. And the next is a mutually agreed grievance procedure will be set up and both the parties will abide by it without taking arbitrary action. അപ്പോൾ മ്യൂച്വലി എഗ്രീഡ് ഗ്രിവൻസ് പ്രൊസീജിയർ, അതായത് വർക്കറും അല്ലെങ്കിൽ എംപ്ലോയറും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രിവൻസ് പ്രൊസീജിയർ, അതായത് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എങ്ങനെയാണ് പരിഹരിക്കുക. നമ്മൾ ഗ്രിവൻസ് പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് കൂട്ടർക്കും അംഗീകരിക്കുന്ന രീതിയിലൊരു പ്രൊസീജിയർ തയ്യാറാക്കുക. ആൻഡ് both the parties will abide by it without taking arbitrary action. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പരാതികൾ എംപ്ലോയർക്കോ എംപ്ലോയിക്കോ ഉണ്ടെങ്കിൽ അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഗ്രിവൻസ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയറിലൂടെ തന്നെ അതെന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ എന്താണ് ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ, അതായത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് പറഞ്ഞിരിക്കുന്ന കോഡ് ഓഫ് ഡിസിപ്ലിനിൽ പറയുന്നത് എന്താണ്? ഒരു ഗ്രിവൻസ് പ്രൊസീജിയർ ഉണ്ടാവണം. ഒരു വർക്കറും എംപ്ലോയിയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ബോത്ത് ദ പാർട്ടി വിൽ അബൈഡ് ബൈ, ഇല്ലേ, അവരത് അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കും വിത്തൗട്ട് ടേക്കിംഗ് ആർബിട്രറി ആക്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ബോത്ത് എംപ്ലോയർ ആൻഡ് ട്രേഡ് യൂണിയൻ വിൽ എഡ്യൂക്കേറ്റ് their members regarding their mutual obligation. So here the employers and the trade union. So trade union means they are the representative of the employee. So employer and the trade union will educate their members regarding their mutual obligations. അപ്പം രണ്ട് കൂട്ടർ എംപ്ലോയറും ട്രേഡ് യൂണിയൻ മെമ്പേഴ്സും അവരെന്ത് ചെയ്യണം? എംപ്ലോയീസിനോട് എന്ത് ചെയ്യണം? തൻ്റെ ഒബ്ലിഗേഷൻ, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മ്യൂച്വലായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. സോ ദേ വിൽ എഡ്യൂക്കേറ്റ് their members regarding their mutual obligations. And the next is management will not increase workload without prior agreement or settlement with the workers. അപ്പം മാനേജ്മെൻറ്റ് വിൽ നോട്ട് ഇൻക്രീസ് വർക്ക് ലോഡ്, അതായത് ഒരു ആവറേജ് ഇന്ത്യൻ വർക്കറിനെ സംബന്ധിച്ച് ദേ ആർ സപ്പോസ് ടു വർക്ക് 8 hours ഇൻ ദ ഫാക്ടറി. അപ്പം ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴേ പറഞ്ഞു 8 hours വർക്ക്, നമുക്ക് അറിയാം അല്ലേ, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്താൽ അതിനെ OT ഓവർ ടൈം ആയിട്ട് പറയുകയും അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുകയും ചെയ്യണം. സോ അങ്ങനെ മാനേജ്മെൻറ്റ് വർക്ക് ലോഡ് കൂട്ടുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? വർക്കേഴ്സിന് പ്രയർ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടാവണം. അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു അഡീഷണൽ വർക്ക് ലോഡ് അവർക്ക് കൊടുക്കാൻ പാടില്ല. സോ മാനേജ്മെൻറ്റ് വിൽ നോട്ട് ഇൻക്രീസ് വർക്ക് ലോഡ് വിത്തൗട്ട് പ്രയർ എഗ്രിമെൻറ്റ് ഓർ സെറ്റിൽമെൻറ്റ് വിത്ത് ദി വർക്കേഴ്സ്. ദ നെക്സ്റ്റ് ഇസ് so employers will take prompt action for the settlement of grievances and for the implementation of all awards and agreements. That is, the employers will take prompt action for the settlement of grievances. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു ഗ്രിവൻസസ് പരാതികളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്താണ് ഒരു പ്രോംപ്റ്റ് ആക്ഷൻ, അത് തീർപ്പാക്കുക അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് നമ്മൾ എന്ത് ചെയ്യണം? പരാതികൾ പരിഹരിക്കണം. അപ്പോൾ മെഷീനറി എങ്ങനെയാണോ പ്രൊസീജിയർ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് നീങ്ങണം. ആൻഡ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓൾ അവാർഡ്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ്, ഇനി എംപ്ലോയീസിന് എന്തെങ്കിലും അവാർഡ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കണം. സോ ദ എംപ്ലോയർ വിൽ ടേക്ക് പ്രോംപ്റ്റ് ആക്ഷൻ റിഗാർഡിംഗ് settlement of grievances, awards, agreements. And the next is management will take immediate action against all officers found guilty of provoking indiscipline among workers. പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് വിൽ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എഗെയിൻസ്റ്റ് ദ ഓഫീസേഴ്സ്. അതായത് ഈ എംപ്ലോയീസ് ഒരു ഇൻഡിസിപ്ലിൻ ആകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താണ്? തൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് അല്ലെങ്കിൽ തൻ്റെ സൂപ്പർവൈസറിൻ്റെ അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ അദ്ദേഹം നല്ലപോലെ ഒരു സൂപ്പർവിഷൻ നടത്താച്ചിട്ടാണ് തൻ്റെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്?
indiscipline ആവുക. സോ മാനേജ്മെൻറ്റ് വിൽ ടേക്ക് ഇമീഡിയറ്റ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഓൾ ഓഫീസേഴ്സ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് പ്രൊവോക്കിംഗ് ഇൻഡിസിപ്ലിൻ. ചിലപ്പം ഇൻഡിസിപ്ലിൻ ഉണ്ടാകത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രൊവോക്കേഷൻ സൂപ്പർവൈസേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇമീഡിയറ്റ് സൂപ്പർ ബോസിൽ നിന്നോ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെൻറ്റ്. അപ്പോൾ ഇമീഡിയറ്റ് ആക്ഷൻ, അപ്പം ചിലപ്പം എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ലോ ലെവൽ എംപ്ലോയീസ് ആണ്, അവർക്ക് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാം. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്ന ഉടനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പം ഒരു ഇമീഡിയറ്റ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇമീഡിയറ്റ് ബോസ് വേണം എന്ത് ചെയ്യാൻ, അവരുടെ ഇടയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ എല്ലാ തരത്തിലും മോൾഡ് ചെയ്യാനും. അപ്പോൾ ചില സമയത്ത് ചില പ്രൊവോക്കേഷൻസ്, അതായത് ഇമീഡിയറ്റ് സൂപ്പർവൈസറിൻ്റെ ഒരു ചില പ്രൊവോക്കേഷൻ മതി വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സോ ഡിസ്പ്യൂട്ട്സോ ഒക്കെ ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് വിൽ ടേക്ക് ഇമീഡിയറ്റ് ആക്ഷൻ റിഗാർഡിംഗ് ദാറ്റ് ഓഫീസേഴ്സ് ആൻഡ് ദേ ഫൗണ്ട് ഗിൽറ്റി ഓഫ് പ്രൊവോക്കിംഗ് ഇൻഡിസിപ്ലിൻ എമംഗ് വർക്കേഴ്സ്. ക്ലിയർ വിത്ത് ദി പോയിൻറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് the employers will provide all facility for the unfettered growth of trade unions. So here says that the employer will provide all facilities for the unfettered growth of trade union. അതായത് അൺഫെറ്റേർഡ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ ട്രേഡ് യൂണിയൻ എംപ്ലോയർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ they provide all facilities for the unfettered growth of trade union. തടസ്സമില്ലാത്ത എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും അവർ സഹായിക്കുന്നു. So they will recognize union according to the criteria laid down in the code. So ഒരു റെക്കഗ്നീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. അപ്പോൾ റെക്കഗ്നീഷൻ സമയത്ത് അവരുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അവർ എന്താണോ എഴുതിയിരിക്കുന്നത് ആ കോഡ് ഓഫ് ഡിസിപ്ലിൻ ട്രേഡ് യൂണിയൻ പാലിച്ചിരിക്കണം. ആൻഡ് സോ ദേ വിൽ ഡിസ്കറേജ് ദ യൂസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ലൈക്ക് വിക്ടിമൈസേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് ട്രേഡ് യൂണിയൻ. അതുപോലെ തന്നെ എന്താണ് ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അപ്പോൾ ട്രേഡ് യൂണിയൻ അംഗീകരിക്കുന്ന സമയത്ത് അവരുടെ ബൈലോസ് അല്ലെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ അംഗീകരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ആ കോഡ് ഓഫ് ഡിസിപ്ലിൻ അവർ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം. ഒരു തരത്തിലും അൺഫെയർ ലേബർ പ്രാക്ടീസസ് അവർ ഉപയോഗിക്കാൻ പാടില്ല. സോ ദ എംപ്ലോയർ വിൽ പ്രൊവൈഡ് ഓൾ ഫെസിലിറ്റീസ് ഫോർ ദി അൺഫ്ലട്ടേർഡ് ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻസ്. And the next is unions will avoid demonstration, rowdyism and all forms of physical duress, and workers will not indulge in union activity during working hours. That is, union will avoid demonstrations or rowdyism. അറിയാലോ, യൂണിയൻ ആണെന്നും പറഞ്ഞ് വർക്കിംഗ് അവേഴ്സിൽ they should not indulge in any union activities in the industry. That is, union will avoid demonstration or rowdyism or any other physical duress. ഇല്ലേ, അതായത് എന്താണ് ഒരു യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു വർക്കിംഗ് അവേഴ്സിൽ ഒരിക്കലും യൂണിയൻ മെമ്പേഴ്സോ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സോ ഒരു തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ റൗഡിസം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസോ ഇൻഡസ്ട്രിയിൽ നടത്താൻ പാടില്ല. The last is union will discourage negligence of duty, damage to property, careless operation, go slow statics or unfair labor practices on the part of workers. So they will also take action against the office bearers and members who work against the spirit of the code. So here also union will discourage the negligence of duty. അതായത് യൂണിയൻ ഒരിക്കലും എന്താണ് ജോലി ചെയ്യാത്തവരെ അംഗീകരിക്കരുത്, അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രോപ്പർട്ടീസ് ഡാമേജ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. പിന്നെ ഗോ സ്ലോ സ്റ്റാറ്റിക്സ് ഇല്ലേ, ജോലി പയ്യനെ ചെയ്യുന്ന ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ അൺഫെയർ ലേബർ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകുന്നവരെ ട്രേഡ് യൂണിയൻ സപ്പോർട്ട് ചെയ്യരുത്. And they will also take action against their office bearers and members who work against the spirit of code. അതായത് ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുന്ന ആരായാലും, അത് യൂണിയനിലെ ഓഫീസ് ബെയറേഴ്സ് ആണോ അതെങ്കിൽ അവരുടെ മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അവർക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കും. So a code has not been very effective in ensuring harmonious relation among employer and employee during the following reasons. സോ അപ്പോൾ ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോഡ് ഓഫ് ഡിസിപ്ലിൻ പറഞ്ഞു അല്ലേ. ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഇൻ ദ 15th section 1957 ഇൻവോൾവ്ഡ് എ കോഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ and it involved employer and worker to settle all grievances or disputes by mutual negotiation or conciliation or voluntary arbitration. And we are discussed some features regarding this code of discipline. So I hope you are
clear with the code of discipline. So prepare well, study well. This is the end of today's session. Thank you.